മഴത്തോട് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ശിവശങ്കരനും അതേപോലെ രാജീവും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അവിടെ വന്ന് ഇറങ്ങുന്നവരെ നല്ല ധൈര്യമായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് പേടിച്ചാണ് വരുന്നത്. കാരണം മീഡിയകളെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പതുക്കെ പേടിച്ച് വന്ന് അകത്തേക്ക് കയറുന്നു. അവിടെ കണ്ട ഒരു പോലീസുകാരുടെ CI എന്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അകത്തുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ CI കാണാൻ അകത്തേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് സെല്ലിൽ കിടക്കുന്ന രോഹിത്തിനെയും ഹരിശങ്കറിനെയൊക്കെ കാണുകയാണ്. അപ്പോൾ ഹരിശങ്കറിനെയൊക്കെ നോക്കിയിട്ട് ദയനീയമായി നോക്കുവാണ് ശിവശങ്കർ. അപ്പം ഹരിക്കാണെങ്കിൽ ഒരു കൂസലില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. രോഹിത്താണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് അവരെ നോക്കുവാണ്, തലകുനിച്ച് നിൽക്കാൻ. അങ്ങനെ നേരെ CI അടുത്തേക്ക് ചെല്ലുമ്പം ആരാണെന്ന് ചോദിക്കണം. അത് ഹരിയുടെ അച്ഛനും ചെറിയച്ഛനാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് CI അങ്ങ് ചൂടാവുകയാണ്. നിങ്ങളാണ് അവനെ ഇത്രയും വളർത്തി വഷളാക്കിയേക്കുന്നത്, ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് ചോദിക്കുകയാണ് CI. അപ്പോഴത്തേക്ക് ശിവശങ്കർ ഇങ്ങനെ തലകുനിച്ച് ചോദിക്കുകയാണ്. അപ്പം രാജീവ് പറയാണ്, അത് അവർക്കൊരു തെറ്റ് പറ്റി, ഒന്ന് ക്ഷമിച്ചൂടെ സാറേ എന്ന് ചോദിക്കുകയാണ്. അപ്പം സേവിക്കണം, ഒരു തെറ്റാണ് അവന്മാർക്ക് പറ്റിയത്. ആ ബാലേന്ദ്രനെ വീട്ടിൽ ഇരിക്കുന്ന സെർവൻറ്റിൻ്റെ അടുത്തും ഈ പരിപാടി അവന്മാർ നേരത്തെ കാണിച്ചതാണ്. പിന്നെ ആ പെങ്കൊച്ചാണെങ്കിൽ കത്തിയെടുത്ത് സ്വയം കുത്തി രക്ഷപ്പെട്ട്. അപ്പം ഇവന്മാർക്ക് ഒരു തെറ്റല്ല, പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ശിവശങ്കർ പറയാണ്, സാറിന് ഈ പ്രാവശ്യം അവന്മാരുടെ അടുത്തൊന്ന് ക്ഷമിച്ചൂടെ, ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് പറയാണ്. അപ്പം സേവിക്കാണ്, എന്ത് ചെയ്യാനാ സാറ്, ഞങ്ങൾക്കൊരു സഹായം ചെയ്താൽ എന്ത് സഹായവും തിരിച്ചു ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ശിവശങ്കർ പറയാണ്. അപ്പോൾ സേവിക്കാണ്, നിങ്ങളെന്താ എന്നെ സ്വാധീനിക്കാൻ നോക്കിയാണോ? എന്നെ സ്വാധീനിക്കാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടിനെയും പിടിച്ച് ഞാൻ അകത്തിട്ട് കളയും. നിങ്ങളെപ്പോലുള്ള അച്ഛന്മാരാണ് ഉള്ളവന്മാരെ നശിപ്പിക്കുന്നത് എന്ന് പറയാണ്. കാശിൻ്റെ ഹുങ്കും കാരണം എന്തും ചെയ്യാമെന്ന് ഒരു വിചാരമുണ്ട് ഇവന്മാർക്ക്. അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളെപ്പോലുള്ള അച്ഛന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് ശിവശങ്കറിന് ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രാജീവ് പറയുന്നുണ്ട്, സാറേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്മാരിപ്പോൾ കോടതിയിൽ കൊണ്ടുപോയാലും ജാമ്യമൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അവന്മാരെ റിമാൻഡിലാക്കും. അതേപോലുള്ള പരിപാടിയല്ലേ കാണിച്ചേക്കുന്നത്. ഈ ഹരിശങ്കർ എന്ന് പറയുന്ന അവനാണ് ഇതിൻ്റെ സൂത്രധാരൻ. അവനാണ് ആ പെൺകുട്ടിയെ സ്നേഹം നടിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൂട്ടുകാർമാർക്കൂടെ ഈ പരിപാടി കാണിച്ചത്. അപ്പം അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? നിങ്ങൾക്ക് നാണമില്ലേ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇതൊക്കെ പറയാൻ? ഒന്ന് വെറുതെ വിടുവോ, ക്ഷമിക്കുമോ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശിവശങ്കറിനെ രാജീവിനെ ഭയങ്കരമായിട്ട് അപമാനിച്ച് വിടുകയാണ് CI. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരല്. പിന്നെ പുറത്ത് മീഡിയയുടെ മുന്നിൽ ഇവൻ്റെയൊക്കെ അച്ഛനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വെച്ചേക്കത്തില്ല എന്ന് പറയാണ്. നാട്ടുകാരുടെ മുന്നിലും പെടാതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കാറിൽ കയറുന്ന ശിവശങ്കർ പറയാണ്, നമ്മൾ വിചാരിച്ച പോലല്ലോ ആ CI ഒരു തരത്തിലും വഴങ്ങുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ രാജീവ് പറയാണ്, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഇവരുടെ മുകളിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ പിടിക്കുക. അപ്പോൾ ശിവശങ്കർ പറയാണ്, അലീന പോലീസ് സ്റ്റേഷനിലായപ്പം അലീന രക്ഷിച്ച ഒരു DYSP ഉണ്ട്, അയാളെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം യുവന്മാരെ പുറത്തിറക്കാൻ പറ്റുമായിരിക്കും. അപ്പം രാജീവ് പറയാണ്, അയാളടുത്ത് ആര് പറയും ഇങ്ങനെയുള്ള കാര്യത്തിൽ അലീന ഇടപെടുവോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ശിവശങ്കർ പറയാണ്, അത് വൈജ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേൾക്കാതിരിക്കത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും വൈജ അവിടെ അമ്മയല്ലേ, വൈജ പറഞ്ഞാൽ അവൾ കേൾക്കാതിരിക്കത്തില്ല എന്ന് ശിവശങ്കർ പറയാണ്. അപ്പോൾ രാജീവ് പറയാണ്, പിന്നെ വൈജ ഇപ്പോൾ ഉടനെ പറയാൻ പോകില്ലേ, ശിവേട്ടന് തോന്നുന്നുണ്ടോ വൈജ ഈ കാര്യം എങ്ങാനും അലീനയുടെ അടുത്ത് പറയുമെന്ന്? അവൾക്കിനി എന്ത് സംഭവിച്ചാലും അവളുടെ വാശിയാണ് മുൻപന്തിയിലെന്ന് രാജീവ് പറയണം. അപ്പോൾ ശിവശങ്കർ പറയണം, എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകില്ലേ, അവരുണ്ടോ എന്ന് കാണാം, എല്ലാവരും കൂടെ ഒത്തു നിന്നാലേ ഇവരെ പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആദ്യം വൈജയെ കാണുകയാണ്. വൈജയെ കാണുമ്പോൾ വൈജ ഭയങ്കര സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, രോഹിത്തിൻ്റെയും ഹരിശങ്കറിൻ്റെയും കാര്യം അറിഞ്ഞില്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അറിഞ്ഞിട്ടാണോ നിങ്ങൾ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവശങ്കർ പറയാണ്, പിന്നെ അറിയാതെ, ഇപ്പം പത്രത്തിലും ന്യൂസിലും എല്ലാം അവരുടെ ഫോട്ടോയും അതേപോലെ ന്യൂസും മാത്രമേ ഉള്ളൂ. അപ്പോൾ രാജീവ് പറയണം, ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ അവന്മാരെ സെല്ലിലിട്ടേക്കാണ്, ഉടുതുണി പോലും ഇല്ലാതെയാണ് അവന്മാരെ നിർത്തിയേക്കുന്നത്. എന്തൊരു ഗതികേടാ എന്ന് രാജീവ് പറയാണ്. അപ്പോൾ വൈജ പറയാണ്, ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ശിവേട്ട എന്തെങ്കിലും ചെയ്ത് അവരെ പുറത്തിറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അവർക്ക് ജാമ്യം കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയാണ്, ഈ കേസിൻ്റെ ഒരു ഗതി വെച്ച് അവർക്ക് ജാമ്യമൊന്നും കിട്ടാൻ പാടാണ്. പിന്നെ ഒറ്റ കാര്യമുള്ളൂ ചെയ്യാൻ പറ്റുന്നത്, വല്ല മേലുദ്യോഗസ്ഥന്മാരെയും കണ്ട് സംസാരിക്കണം. അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ജാമ്യം കിട്ടും എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ചോദിക്കുകയാണ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ശിവേട്ട? ആരെങ്കിലും അടുത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്ന് കാണാം എന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കർ പറയണം, ഒരാളുണ്ട്, അലീന പോലീസ് സ്റ്റേഷനിലായപ്പം
ഒരു DYSP വന്ന് അവരോട് സംസാരിച്ചിട്ടാണ് അലീനയെ പറഞ്ഞു വിട്ടതെന്ന് പറയാണ്. അന്നേരം രാജീവ് പറയാണ്, അത് അലീനയുടെ ഒരു അനിയത്തി ഉണ്ടല്ലോ, രേവതിക്കുട്ടി, അവർ നിൽക്കുന്ന ആ വീട്ടിലെ അവരെ ബന്ധു എങ്ങാണ്ടാണ് ഈ DYSP. അയാൾ അങ്ങനെ വന്ന് സംസാരിച്ചാണ് അലീനയെ വിട്ടതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വൈജയ്ക്ക് ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശിവശങ്കർ പറയാണ്, നീ വിചാരിച്ച ഈ കാര്യത്തിനൊരു പരിഹാരം കാണാം എന്ന് പറയാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യാനാ എന്ന് വൈജ ദേഷ്യത്തോട് ചോദിക്കുകയാണ്. നീയാണെങ്കിൽ അലീനയോട് പറയണം, രേവതിക്കുട്ടിയുടെ വീട്ടിൽ വിളിക്കാനും അവരോട്ട് സംസാരിച്ച് ആ DYSP ആയിട്ട് സംസാരിച്ച് അവരെ ഒന്ന് പുറത്തിറക്കാൻ പറ്റുന്ന കാര്യം സംസാരിക്കാനും നീ അലീനയുടെ പറയണമെന്ന് പറയാണ്. അപ്പോൾ വൈജു പറയാണ്, ഞാനങ്ങ് പറയത്തില്ല, നീ വിചാരിച്ച നിൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ശിവശങ്കർ പറയാണ്. അപ്പോൾ വൈജു ഇങ്ങനെ ദേഷിച്ച് കിടക്കുകയാണ്. അപ്പോൾ രാജീവ് പറയാണ്, ഇപ്പം നിൻ്റെ ദേഷ്യമൊന്നും നീ അലീനയോട് കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിൻ്റെ മോനെ പുറത്തിറക്കുക, അത് മാത്രം നീ ആലോചിച്ചാൽ മതി. എന്തായാലും നീ ആലോചിക്കുക, അലീനയായിട്ട് സംസാരിക്കാൻ നിനക്ക് പറ്റൂല്ലയോ, നീ ഒന്ന് ആലോചിക്കും. ഞങ്ങൾ ബാലേന്ദ്രനെയും കൂടെ പോയി കണ്ടിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ്. അങ്ങനെ വൈജയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അലീനയുടെ കാല് പിടിക്കാൻ വൈജയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് ഇല്ലയാണ്. ബാലേന്ദ്രൻ്റെ അടുത്ത് കാണുമ്പോൾ തന്നെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ശിവേട്ടനും രാജീവും എപ്പോൾ എത്തി? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എത്തിയതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആണെന്ന് ശിവശങ്കർ പറയാണ്. നമുക്ക് അവരെ ഇറക്കണ്ടായോ എന്ന് ശിവശങ്കർ ചോദിക്കുകയാണ്. ഇറക്കണം, പക്ഷേ അത് നടക്കത്തില്ലെന്ന വക്കീലിനെ കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞത്. ചെറിയ കേസൊന്നുമല്ലല്ലോ, ഇപ്പോൾ അവർ വലിയ പുള്ളികളല്ലേ എന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കർ പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അവരെ കൈയൊഴിയാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ മക്കളായി പോയില്ലേ, എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കണമെന്ന് ശിവശങ്കർ പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, എങ്ങനെ പുറത്തിറക്കാനാ? അവരെ കോളേജിൽ പഠിപ്പിക്കാനാണ് നമ്മളെ വിട്ടത്, പക്ഷേ അവന്മാർക്ക് അതൊന്നും അല്ല വേണ്ടുന്നത്, അവന്മാർക്ക് വേറെ എന്തൊക്കെയോ പഠിക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗതിയിലെത്തി എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ രാജീവ് പറയാണ്, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് അവരെ പുറത്തിറക്കണം എന്ന് പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കുക, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കാൻ പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഇവർ രണ്ടുപേരെയും പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്.